പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫണ്ട് കൊടുക്കുന്നില്ല, ഒന്നിനും ഫണ്ട് കൊടുക്കാത്ത അവസ്ഥയാണ്. ഏതിപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ഓരോ വകുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ശരി, ഫണ്ട് കൊടുക്കാതെ മുഴുവൻ മരവിച്ച സ്ഥിതിയാണ്. എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ പലതും റോഡ്, നെല്ല് കർഷകർ, അങ്ങനെ അങ്ങ് പറയാം. ഞാനത് പറയുന്നില്ല, അത് നിയമസഭയിൽ പറയാം. പക്ഷേ ഇപ്പോൾ അത് ഈ പ്രശ്നം ഉന്നയിക്കുന്നതുകൊണ്ട് ആരോഗ്യരംഗത്തെ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. ഫണ്ട് കൊടുക്കുന്നില്ല ഒന്നിനും. വല്ല ഇലക്ഷനോ മറ്റോ വരുമ്പോൾ ഒരു കിറ്റ് കൊടുത്ത് രക്ഷപ്പെട്ടാൽ പോരല്ലോ. ആളുകൾക്ക് അതാത് കാലത്ത് പഞ്ചായത്തിന് കൊടുക്കൂല, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കൂല, ഒന്നിനും കൊടുക്കൂല. ഇത്ര പ്രവർത്തനം നിലച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഒരു പ്രതികരണം തന്നെയാണ് നിലമ്പൂരിൽ കണ്ടത്. വനമേഖലയിൽ നമുക്കറിയാം ഇപ്പോൾ ഉള്ള പ്രശ്നം, അതൊക്കെ ഫണ്ടിൻ്റെ അപര്യാപ്ത തന്നെയാണ്. വകുപ്പിൻ്റെ കഴിവുറകൾ വന മേഖലയുമായി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അത്യാവശ്യത്തിന് ഫണ്ടുമില്ല. ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടില്ലാത്തതാണ്. അപ്പോൾ അത്യാവശ്യ ഉപകരണങ്ങൾ, അതും രോഗി കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോൾ, അതുപോലെ തന്നെ ശ്വാസം കിട്ടാതെ വിഷമിക്കുമ്പോൾ, അതുപോലെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഓരോ രോഗത്തിനും ഓരോ രീതിയിലാണ്, നമുക്കറിയാലോ. ആ സമയത്തുള്ള പ്രശ്നങ്ങൾ കണ്ട് കെട്ടാണ് ഗവൺമെൻറ് ഡോക്ടറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് എന്നുള്ള ഒന്നും നോക്കാതെ, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല പറയുന്നേ എന്നുള്ള ഒരു മൂഡിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അത് പുറത്ത് പറഞ്ഞത്.